ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ പക്ഷികളുടെ പേരാണ് ഫ്ലെമിംഗോ. ഈ ഫ്ലെമിംഗോ ഞാൻ കാണുന്നത് അബുദാബി പോയപ്പോൾ അവിടുത്തെ യാസ് ഐലൻഡിലെ യാസ് സീ വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്രയും പക്ഷികളെ അവർ വളർത്തുന്നത്. അപ്പോൾ ഈ പക്ഷികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഫ്ലെമിംഗോസിൻ്റെ മുട്ട വിരിയിച്ച് പിന്നെ അബുദാബിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വളർത്തുവാണ്. ഇങ്ങനെ ടൂറിസ്റ്റിനെ കാണാനൊക്കെ ആയിട്ട് അവർ വെച്ചിരിക്കുവാണ്. ഈ കാര്യങ്ങൾ നമുക്ക് അവിടെയുള്ളൊരു ഗൈഡ് ആണ് പറഞ്ഞു തന്നത്. ശരിക്കും ഈ കളറിലുള്ള ഫ്ലെമിംഗോ കരീബിയൻ സ്ഥലത്തുള്ളതാണ്. അവിടെ നിന്ന് ഉള്ള ഫ്ലെമിംഗോസിനെയാണ് ഈ അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ വളർത്തി ആ മുട്ട പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, അവർ പ്രത്യേക തരം ഒരു രീതിയിലാണ് അവർ വെള്ളം കുടിക്കുന്നത്. അവരുടെ കാൽപാദമൊക്കെ കണ്ടോ, ഒറ്റ കാലിലാണ് ഇവരെപ്പോഴും നിൽക്കാറ്. എന്ന് വെച്ചാൽ അവർക്ക് ബോഡി ബാലൻസ് ചെയ്യാൻ അവർക്ക് ആ ഒരു കാലിൻ്റെ ശക്തി മതിയാകും എന്നാണ് ഈ ഗൈഡ് ചേച്ചി പറഞ്ഞത്. പിന്നെ മണ്ണിൻ്റെ ഭാഗത്തേക്ക് അവർ കൂട് കൂട്ടുന്നത് മുട്ട ഇടാനായിട്ടാണ്. ഈ പക്ഷികൾ ജനിക്കുമ്പോൾ ഒരു ചാര നിറത്തിലാണ് വരുന്നത്. ഇവർക്ക് ഈ ഭംഗിയുള്ള കളറ് വരുന്നത് ഇവർ ഷ്രിമ്പ്, കൊഞ്ച്, പിന്നെ അതുപോലത്തെ ആൽഗയൊക്കെ ഇല്ലേ, അതെല്ലാം കഴിച്ചിട്ടാണ്. ഫ്ലെമിംഗോ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ഫ്ലെയിം കളേർഡ്, അതായത് തീൻ്റെ നിറമുള്ള പക്ഷികൾ. ഇതൊരു പോർച്ചുഗീസോ സ്പാനിഷോ ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു വേർഡാണ് ഫ്ലെമിംഗോ എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി കരോട്ടിനോയിഡിൻ്റെയൊക്കെ അംശം ഉള്ളതുകൊണ്ടാണ് ഈ നിറം ഇവർക്ക് കിട്ടുന്നത്. ഭക്ഷണം കുറച്ച് കഴിച്ചാൽ നിറം മങ്ങും. യോഗയൊക്കെ ചെയ്ത് നിന്ന് കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കുന്ന പോലെയാണ് എനിക്കിത് കാണുമ്പോൾ ഫീൽ ആവുന്നത്. പക്ഷേ അവരത്രയും വെയ്റ്റ്ലെസ് ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കാനൊക്കെ പറ്റുന്നതെന്നാണ് ഗൈഡ് ചേച്ചി പറഞ്ഞത്. ഇതിൽ നിങ്ങൾ കാണുന്ന ആ തല ഉയർത്തി നിൽക്കുന്നത് ആൺ ഫ്ലെമിംഗോയാണ്. അവർ ഈ ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചേഷ്ടകളാണ് അതെല്ലാം. എത്രത്തോളം നീളം കൂടുതലുണ്ടോ കഴുത്തിന്, അപ്പോൾ അത്തരം ഫ്ലെമിംഗോസിനെ ഈ ഫീമെയിൽ ഫ്ലെമിംഗോയ്ക്ക് ഇഷ്ടപ്പെടാം, ആകൃഷ്ടരാകാം. എന്ത് നല്ല മനോഹരമായ കളറല്ലേ ഇവർക്കുള്ളത്. ഈ കരീബിയൻ വിഭാഗത്തിലുള്ളവർക്കാണ്, അവിടെ കാണുന്ന ഫ്ലെമിംഗോസിനാണ് ഇത്രയും നിറവും ബ്യൂട്ടി എന്നാണ് അവർ പറഞ്ഞത്. ഇതിൽ കണ്ടോ, ഈ പക്ഷി ഉറങ്ങുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് കഴുത്തൊക്കെ ഒടിച്ച് മടക്കി വെച്ചാണ് ഇവർ ഉറങ്ങുന്നത്. ബാക്കിലുള്ളത് ഒറ്റക്കാല് നിൽക്കുന്നു. ഇതിൽ കണ്ടോ, അവർ കഴുത്തൊക്കെ ഒത്തിരി നീട്ടി വെച്ച് പ്രത്യേക രീതിയിൽ വെള്ളം കുടിക്കുന്നത്. നമുക്കാണ് പ്രത്യേകത, അവർക്കത് നോർമലാണ്. ഇതിൽ എന്തോ അതിർത്തി പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്, അതോ എന്തോ സ്ത്രീ വിഷയമാണെന്ന് തോന്നുന്നുണ്ട്. ആണുങ്ങളെല്ലാവരും ഇങ്ങനെയാണ് കലിപ്പും സ്റ്റണ്ടും ആകുന്നത്. ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫീമെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപിടിയാണ് ഇവിടെ. ഇതാണ് നമ്മളുടെ ഗൈഡ് ചേച്ചിക്ക് എന്നെ കണ്ടപ്പോൾ അവളുടെ മാനേജറിൻ്റെ ഒരു കട്ട് തോന്നിയെന്ന്. അവരും ഇന്ത്യയിൽ നിന്നാണ്, എന്നെപ്പോലെ ശാന്ത സ്വഭാവിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ടോപ്പാക്കിയായിരുന്നു. ഇവർ യുഗാണ്ടയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഞാൻ കെനിയയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി.